അങ്ങനെ 2 വർഷങ്ങൾക്ക് ശേഷം തമിഴ് സൂപ്പർ താരം അജിത് കുമാർ നായകനാകുന്ന ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ്. വിടാമുയർച്ചയാണ് നാളെ തിയേറ്ററിലേക്ക് എത്തുന്നത്. ഒരു ആക്ഷൻ ത്രില്ലറാണ് ചിത്രം. മകിഴ് തിരുമേനിയാണ് സംവിധാനം. തൃഷ, അർജുൻ, റജീന തുടങ്ങിയവരാണ് മറ്റ് പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു കേരള അനാലിസിസും ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു വേൾഡ് വൈഡ് പ്രൈസ് സെയിൽസുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിലെ ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിപ്പം ഏകദേശം 50 ലക്ഷം രൂപയോളമാണ് ഇതിൻ്റെ പ്രൈസ് സെയിൽസ് ഇതുവരെ വന്നിരിക്കുന്നത്. അതായത് ഇന്നത്തെ ഒരു വൈകിട്ട് ഒരു 10-11 നമ്മൾ ഫൈനൽ നമ്പർ എടുക്കുമ്പം ഈ വർഷത്തെ ഹയസ്റ്റ് ആയി ഇപ്പോൾ ഡൊമിനിക്കാണ് 56 ലക്ഷം. അപ്പോൾ ആ ഒരു നമ്പറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അതിന് മുകളിൽ എത്തുമെന്നാണ് നമ്മൾ കരുതപ്പെടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 56, 57, 58 ലക്ഷം കിട്ടിയാലും ഈ ഒരു സിനിമയ്ക്ക് കേരളത്തിൽ ഹിറ്റ് ആവണമെങ്കിൽ നല്ലൊരു വേർഡ് ഓഫ് മൗത്ത് മസ്റ്റാണ്. കാരണം ആ ഒരു ഹൈപ്പ് കുറവായതുകൊണ്ടും ആ ഒരു ഇനീഷ്യൽ പുള്ള് പ്രീ സെയിൽസിൽ ഇല്ലാത്തത് കൊണ്ടും ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ ഹിറ്റ് ആവണമെങ്കിൽ ഒരു പോസിറ്റീവ് വേർഡ് ഓഫ് മൗത്ത് മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ഒരു ആവറേജ് റിവ്യൂ കൊണ്ടോ ഒന്നുപോലും കാര്യമുണ്ടെന്ന് തോന്നില്ല. ഒരു ഗുഡ് ലെവലുള്ളൊരു റിവ്യൂ മിനിമം മസ്റ്റാണ് ഈ ഒരു സിനിമയ്ക്ക്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇത് നാളെ റിലീസാവും. നമുക്ക് ഈ ആഴ്ച പിന്നെ നാരായണീൻ്റെ 3 ആൺമക്കൾ മാത്രമാണ് ഒരു മലയാളം സിനിമയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു പ്രശ്നം എന്ന് വേണം പറയാൻ. പക്ഷേ അടുത്ത ആഴ്ച ബോക്സ് ഓഫീസ് സ്കോപ്പുള്ള സിനിമകൾ തന്നെയാണ് വരുന്നത്. അതിൽ ബ്രൊമാൻസാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്, പിന്നീട് പൈങ്കിളിയും ദാവീദും. അപ്പോൾ ഈ ഒരു സിനിമ ഈ ഒരു വീക്കെൻഡ് നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ തിയേറ്ററിലെല്ലാം പോകും. കാരണം ഈ പറഞ്ഞ 3 സിനിമകൾക്കും അത്യാവശ്യം വാല്യൂ ഉണ്ട്. അതിൽ എസ്പെഷ്യലി ബ്രൊമാൻസിന് നല്ലൊരു ഓപ്പണിംഗ് തന്നെ കിട്ടാൻ തന്നെ ചാൻസ് ഉണ്ട്. അപ്പോൾ വിടാമുയർച്ചയ്ക്ക് നല്ലൊരു റിപ്പോർട്ടും നമ്മുടെ അതായത് യൂട്യൂബ് വീഡിയോസൊക്കെ ഇടുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും നല്ലൊരു അപ്രീസിയേഷനും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഓൺലൈൻ റിവ്യൂസൊക്കെ നല്ലൊരു രീതിയിൽ തന്നെ വന്നാൽ മാത്രമേ വിടാമുയർച്ചയ്ക്ക് കേരളത്തിലൊരു സ്കോപ്പുള്ളൂ. കാരണം അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് തന്നെ സിനിമ വാഷ് ഔട്ട് ആവും. എന്തായാലും നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് സിനിമയിൽ. അത് വേറെ ഒന്നും കൊണ്ടല്ല, മകിഴ് തിരുമേനി വ്യക്തിപരമായിട്ടൊരു വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു തമിഴ് സംവിധായകനാണ്. അദ്ദേഹം ഇതിന് മുന്നേ തന്നെ ഒരു വലിയ സൂപ്പർ താര സിനിമയൊക്കെ ചെയ്യേണ്ട ആളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിങ്ങും ഒക്കെ അതിൻ്റെ എക്സിക്യൂഷനും ഒക്കെ എപ്പോഴും നല്ല ക്വാളിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സിനിമ കലകത്തലൈവൻ അത്രയൊരു ഹിറ്റൊന്നും ആയില്ല സിനിമ, പക്ഷേ അതിൻ്റെ ഫസ്റ്റ് ഹാഫിന് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് ഹാഫിലാണ് ആ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഓവർ സ്ട്രെച്ചായി പോയൊരു ഇതായത്. പക്ഷേ ഇതിന് മുന്നേ നമ്മൾ നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മിക്ക സിനിമകൾക്കും ഒരു ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല പ്രതീക്ഷയുണ്ട്. ഒരു ആക്ഷൻ ത്രില്ലറാണ് ചിത്രം. ഇതിൻ്റെ അജിത്തും അർജുനും തമ്മിലുള്ള ഫേസ് ഓഫ് സീൻസൊക്കെ ഒരു ഹൈലൈറ്റ് ആവുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. പിന്നീട് ഇത് എന്താ പറയുക, ഇതൊരു മോർ ദാൻ എ ടിപ്പിക്കൽ തമിഴ് ഫിലിം. ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫിലിമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതൊരു വലിയൊരു പോസിറ്റീവാണ്. കാരണം അതിൻ്റെ ആ ജോണറിനോട് എന്താണ് ഈ സിനിമയുടെ ജോണർ, അതിനോട് മോർ ട്രൂത്ത്ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു എക്സിക്യൂഷൻ ആണെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതുതന്നെയാണ് ഈ ഒരു സിനിമയെ പറ്റിയുള്ള ഏറ്റവും വലിയൊരു പ്രതീക്ഷ. അതായത് നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് അനാവശ്യമായിട്ടുള്ള സീൻസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. മേ ബി ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതുണ്ടാകും. ബട്ട് വൺസ് ഇതിൻ്റെ ഒരു കോർ പ്ലോട്ടിലേക്ക് സിനിമ കയറിക്കഴിഞ്ഞ് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലേക്ക് സിനിമ നന്നായി വരുമെന്ന് തന്നെയാണ് നമ്മുടെ വ്യക്തിപരമായൊരു പ്രതീക്ഷ. കാരണം മകിഴ് അത്യാവശ്യം നല്ലൊരു സെൻസുള്ളൊരു മേക്കറാണ്. അദ്ദേഹം അത് വൃത്തിയായിട്ട് ചെയ്യും. പിന്നെ ആക്ഷൻ സീൻസ് ആണെങ്കിൽ അജിത്തും അർജുനുമൊക്കെ അത് പെർഫോം ചെയ്യാൻ മിടുക്കന്മാരുമാണ് താനും. അതോടൊപ്പം തന്നെ കാർ റേസിംഗ് സീൻസ് ഉണ്ട്, അത് നമുക്കറിയാം. അജിത്തിൻ്റെ മറ്റൊരു സ്ട്രോങ് സോണാണ്. പിന്നെ അനിരുദ്ധാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഓൾറെഡി സോങ്സ് ട്രെൻഡിങ് ആണ്. അദ്ദേഹം ബാക്ക്ഗ്രൗണ്ട് സ്കോറും നന്നാക്കും തന്നെയാണ് നമ്മുടെ വിശ്വാസം. എന്ത് കാരണം അദ്ദേഹം അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ആളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് വിടാമുയർച്ചയിൽ അത്യാവശ്യം പ്രതീക്ഷയൊക്കെ നമുക്കുണ്ട്. ഇനി ഇതിൻ്റെ ഒരു വേൾഡ് വൈഡ് പ്രീ സെയിൽസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു 26 CR കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത്രയും സമയമാണ് ബാക്കിയുള്ളത്. പിന്നെ ഓവർസീസിൽ കുറച്ചുകൂടെ സമയം കിട്ടും. കാരണം അവിടെ പ്രീ സെയിൽ ഇപ്പോൾ അമേരിക്കയിലൊക്കെ കഴിയണമെങ്കിൽ ഒരു എന്താ പറയുക, നമ്മുടെ ഇവിടുത്തെ സമയത്തേക്കാളും കുറച്ചുകൂടി കിട്ടും. കാരണം ഇന്നത്തെ മിഡ്നൈറ്റ് കഴിഞ്ഞ് കിട്ടും. അപ്പോൾ എന്താ പറയുക, നമുക്ക് വേൾഡ് വൈഡ് ഡേ 1 ഒരു 40 to 50 crores ആ ഒരു റേഞ്ചിൽ എന്തായാലും ഓപ്പൺ ചെയ്യും സിനിമ. അത് നല്ല പോസിറ്റീവ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പോലും, അതായത് ഒരു പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു ഓപ്പണിംഗ് നമ്പേഴ്സ് തന്നെ വരും. എന്തായാലും വിടാമുയർച്ച നാളെ എത്തുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. നല്ല പ്രതീക്ഷയുണ്ട് സിനിമയിൽ. അത് നന്നായി വരട്ടെ. ആ ഒരു പ്ലോട്ടിനോട് തന്നെ, അതൊരു കോർ പ്ലോട്ടിനോട് മാക്സിമം ട്രൂത്ത്ഫുള്ളായിട്ട് സിനിമ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമുക്കൊരു നല്ലൊരു തിയേറ്ററിൽ വാച്ച് തന്നെയായിരിക്കും.